ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് അതിമാരക മയക്കുമരുന്നായ MDMA വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന 3 യുവാക്കൾ പിടിയിലായി. ഏതൊക്കെയാണ്? വയനാട് കൽപ്പറ്റ ടൗണിലാണ് സംഭവം. MDMA വിൽപ്പന നടക്കുന്നതായുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കൽപ്പറ്റ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷർഫുദ്ദീനും സംഘവും കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ടൂറിസ്റ്റ് ഹോമിൽ റെയ്ഡ് നടത്തുകയായിരുന്നു. പ്രതികളിൽ നിന്ന് 6.25 ഗ്രാം MDMA കണ്ടെത്തി. മുട്ടിൽ പരിയാരം ചിലഞ്ഞിച്ചാൽ സ്വദേശി പൂത്തുകണ്ടി വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് അസനുൽ ഷാദുലി, കണിയാമ്പറ്റ സ്വദേശി ചോലക്കൽ വീട്ടിൽ 22 വയസ്സുള്ള അബ്ദുൽ മുഹമ്മദ് ആഷിഖ്, കൽപ്പറ്റ പുത്തൂർവയൽ സ്വദേശി 24 വയസ്സുള്ള ആഞ്ഞിലി വീട്ടിൽ സോബിൻ കുര്യാക്കോസ് എന്നിവരാണ് പ്രതികൾ. പ്രതികളായ സോബിൻ കുര്യാക്കോസ്, മുഹമ്മദ് അസനുൽ ഷാദുലി എന്നിവർ ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് മുൻപും MDMA കേസിൽ പിടിയിലായിട്ടുണ്ട്. ഈ കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ പുരോഗമിച്ചു വരികയാണ്. പ്രതികൾ വീണ്ടും പിടിയിലായത്. ലഹരി വിൽപ്പന സംഘത്തിലെ മറ്റു കണ്ണികളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമർ, പ്രിവന്റീവ് ഓഫീസർ ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജിത്, വിഷ്ണു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പോർട്ടർ ജസീം പനമരം, മലയാളം ടെലിവിഷൻ, വയനാട്. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.